നമ്മൾ ചില ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ചില പൊടിക്കൈകൾ ചെയ്യില്ലേ, അങ്ങനെ പൊടിക്കൈകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കുറച്ച് എൻഹാൻസ് ചെയ്ത മാതിരി ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നമ്മളുണ്ടാക്കുന്ന ഫുഡ് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാനുള്ള കുറച്ച് എളുപ്പ വഴികളും കുറച്ച് ടിപ്പുകളും ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. അപ്പോൾ കുറച്ച് നമ്മളുണ്ടാക്കുന്ന ഫുഡിനെ ഇപ്പം നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടാവില്ലേ ചില ടിപ്പുകൾ പെട്ടെന്ന് ഫുഡിനെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളും ട്രിക്കുകളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും ഫ്രോസൺ പനീറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഫ്രോസൺ പനീറിനെ എടുത്തിട്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. കുറച്ച് നല്ല ചൂടുള്ള വെള്ളം തന്നെ വേണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും. അടുത്തത് പനീർ കുക്ക് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മളങ്ങനെ പനീർ കുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഓയിലിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ടോസ്റ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് നേരം ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഹാർഡായിപ്പോവും. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീർ ഭയങ്കര കറിയിലൊക്കെ ഹാർഡായി തോന്നില്ലേ, അതില്ലാതിരിക്കാനാണ് വളരെ കുറച്ച് നേരം മാത്രം ടോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറുതായി കട്ട് ചെയ്തിടുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു ഇതിലിട്ട് നന്നായി ചതച്ചെടുത്തിട്ട് കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനേക്കാൾ നമ്മുടെ കറികൾക്ക് ടേസ്റ്റും കൂടും. പിന്നെ നമ്മുടെ ഇതിലുള്ള എല്ലാ സത്തും കറക്റ്റായിട്ട് ജിഞ്ചറും ഗാർലിക്കിൻ്റെ എല്ലാ സത്തും പറ്റുകയും ചെയ്യും. അടുത്ത ടിപ്പ്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഏത് മാവ് ആയിക്കോട്ടെ, ചപ്പാത്തി മാവിൻ്റെ കൂടെ 1 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ച് നോക്കൂ. നല്ല സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി റെഡി. അപ്പോൾ ഇത്ര കട്ടിയുള്ള മാവാണെങ്കിലും അടിപൊളി ചപ്പാത്തി കിട്ടാൻ ഈ ട്രിക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അടുത്തത്, നമ്മൾ പൊട്ടറ്റോ ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം, നോർമൽ വെള്ളം, ചുടുവെള്ളമല്ല നോർമൽ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വെള്ളം ഊറ്റിക്കളയണം, എന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പാൻ വെച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണയിൽ, അതേമാതിരി പൊട്ടറ്റോ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലെണ്ണയിൽ കുക്ക് ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും പൊട്ടറ്റോ ഉപ്പേരിയൊക്കെ കഴിക്കുന്ന സമയത്ത്. അതിലും നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടറ്റോ അടിയിൽ പിടിക്കാതെ കിട്ടുകയും ചെയ്യും. അടുത്തൊരു ടിപ്പ്, നമ്മൾ വെളുത്തുള്ളിയൊക്കെ അരിയില്ലേ, ആ സമയത്ത് നമ്മുടെ കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വെളുത്തുള്ളി ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞിട്ട് അതിന് കറികളിൽ ഉപയോഗിച്ച് നോക്കൂ. ആ കുറച്ചും കൂടി നമ്മുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും. ചതയ്ക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ നമ്മുടെ കറികളിലേക്ക് വരികയും ചെയ്യും. അടുത്ത് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ച് നെയ്യിട്ട് അതിൽ ജീരകമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നെയ്യിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ജീരകമായാലും മസാലകളും നെയ്യിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികളുടെ ഫ്ലേവർ കുറച്ചും കൂടി കൂടും. അതുമാതിരി ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴറ്റി കിട്ടുമ്പോൾ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നോക്കൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴറ്റി കിട്ടും. കുറച്ചൊരു കാരമലൈസ്ഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ കറികൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇനിയും കറി ഉണ്ടാക്കുമ്പോൾ തന്നെയുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ തക്കാളിയുടെ കൂടെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം വീടിനുള്ളിൽ ഭയങ്കരമായിട്ട് ആ പച്ചമുളകിൻ്റെ എരിവ് കാരണം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുമാതിരി തക്കാളി ഇട്ടതിന് ശേഷം താഴ്ത്തി വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് നോക്കൂ, പെട്ടെന്ന് തന്നെ തക്കാളി സോഫ്റ്റായി കിട്ടും. കാരണം തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കേണ്ടി വരില്ലേ, അത് വേണ്ടി വരില്ല. അതേമാതിരി മല്ലിയിടയിലേക്ക് ഇടുന്ന കറികളാണെന്നുണ്ടെങ്കിൽ മല്ലിയിടയിൽ ഈ തക്കാളിയൊക്കെ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പം നമ്മുടെ കറികൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഗുണം. അതുമാതിരി ഹെവി ബോട്ടമുള്ള പാൻ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരിയാതിരിക്കാനായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. സാധാരണ നമ്മുടെ മസാല കിട്ടുമ്പോൾ കരിയുമ്പോഴാണ് ടേസ്റ്റ് കറക്റ്റ് അല്ലാതിരിക്കുക. ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോയിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുമാതിരി എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതുമാതിരി മസാല കരിയാതിരിക്കാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക. അപ്പോൾ ഒട്ടും മസാലയുടെ ഫ്ലേവർ പോവുകയുമില്ല, കരിയുകയുമില്ല, സൂപ്പറാവുകയും ചെയ്യും നമ്മുടെ കറികൾ. പിന്നെ അടുത്തത് കറികളിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ നമ്മൾ കസൂരി മേത്തി ഉപയോഗിക്കില്ലേ, ഡ്രൈഡ് ആയിട്ടുള്ള ഉലുവയുടെ ഇല, അത് ഉപയോഗിക്കുമ്പോൾ ഇതേമാതിരി കൈ കൊണ്ട് നന്നായി ഞെരടിയതിന് ശേഷം ഉപയോഗിക്കുക.
അപ്പോൾ നല്ല ഫ്ലേവർ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവും. അതുമാതിരി കറികളിൽ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. അതിപ്പോൾ ബിരിയാണിയാണ് പുലാവാണ് എങ്കിലും കുറച്ച് ബട്ടർ നിങ്ങൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കൂ. കുറച്ചും കൂടി ഫ്ലേവറും ടേസ്റ്റും നമ്മുടെ ഫുഡിന് കൂടും. അതുപോലെ നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്ന സമയത്ത് കറികളിൽ ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ലെമണിൻ്റെ കയ്പ്പ് നമ്മുടെ കറികളിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചമ്മന്തികളൊക്കെ ഉണ്ടാക്കില്ലേ, ചമ്മന്തികളും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എല്ലാ സാധനവും കൂടി ഇടാതെ ആദ്യം നമ്മൾ മുളക് വഴറ്റുന്നുണ്ടെങ്കിൽ മുളക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന കറികളുടെ ടേസ്റ്റ് പൊതുവേ കൂടും. ചമ്മന്തി ആണെങ്കിലും അതല്ല മസാല, ഇപ്പോൾ കടലക്കറിയുടെയൊക്കെ മസാല വഴറ്റുകയാണെങ്കിലും ആദ്യം ഇങ്ങനെ വഴറ്റിയിട്ട് ചെയ്ത് നോക്കൂ. അതുപോലെ നമ്മൾ മല്ലിയൊക്കെ ഇടുമ്പോൾ ഇതൊന്ന് വഴറ്റിയ ശേഷം മല്ലി ഒന്ന് ചെറുതായി ചൂടാക്കിയാൽ മാത്രം മതി. എല്ലാ സാധനവും കൂടി ചൂടാക്കുമ്പോഴുള്ള ടേസ്റ്റിനേക്കാൾ ഡിഫറൻസ് ഉണ്ടാവും ഇങ്ങനെ ഓരോന്നായിട്ട് ചൂടാക്കി ഉണ്ടാക്കുമ്പോൾ. അതുപോലെ നമ്മൾ കടല, പരിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ കുക്കറിൽ വെച്ചിട്ടും വെന്തില്ല എന്നുള്ള പരാതിക്ക് വരും. അതില്ലാതിരിക്കാൻ കുക്കറിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. കടലയൊക്കെയാണെങ്കിൽ 3-4 വിസിൽ വരുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലോണം താഴ്ത്തി സിമ്മിൽ അങ്ങോട്ട് വെച്ചിട്ട് ഓഫ് ചെയ്ത് നോക്കൂ. കടല പെർഫെക്റ്റായി കുക്കാവും. അതുപോലെ തന്നെ ഇപ്പോൾ പരിപ്പ് വർഗ്ഗങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് താഴ്ത്തി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ. താങ്ക് യു.